ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് നേന്ത്രവാഴക്കേൻ്റെ മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നൊന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പം ഞാനിവിടെ ഏകദേശം ഒരു മീഡിയം വലുപ്പത്തിലുള്ള 3 നേന്ത്രക്കായ നീളത്തിൽ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളത്തിലിട്ട് കറയൊക്കെ കളഞ്ഞെടുത്തതാണ്. അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വാഴക്കേൻ്റെ തൊലി ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ. പുറം തൊലി ഇങ്ങനെ ചീന്തി എടുത്തിട്ടുള്ളൂ. തൊലി കളയാതെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അടി പിടിക്കാതെ ഇളക്കണം. അപ്പോൾ എന്താ വെച്ചാൽ വെള്ളം കമ്മിയായതുകൊണ്ട് വേഗം അടി പിടിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ പുതിയ കുറേ കൂട്ടുകാരൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സബ് ചെയ്തിട്ട് ഒന്ന് ഫുള്ളായി കണ്ടൊന്ന് സപ്പോർട്ടൊക്കെ ഒന്ന് ചെയ്യണേ. അപ്പോൾ നമ്മുടെ വാഴക്ക വേവിക്കാൻ വെച്ചത് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ചെറിയുള്ളി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു 3-4 പോണ വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മൂത്ത് വരാനായപ്പോൾ ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കറിവേപ്പിൻ്റെ ഇലയും വറ്റൽമുളകും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ വാഴക്ക അധികം വേവിച്ചിട്ടില്ല കേട്ടോ. ഒന്നിങ്ങനെ കൈ കൊണ്ട് തൊട്ടാൽ പൊട്ടുന്ന പോലത്തെ പാകത്തിനുള്ള വേവിച്ചെടുത്തിട്ട് അപ്പോൾ നമുക്ക് ഈ താളിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് അടച്ചൊന്ന് വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ ഈ വേവിൽ അതിൻ്റെ കറക്റ്റ് വേവാകും കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും വാഴക്കൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ വെറുതെ അങ്ങനെ അരിഞ്ഞിട്ട് ഉപ്പിട്ട് വേവിച്ച് വെറുതെ താളിച്ചെടുക്കാറില്ല. അതും ടേസ്റ്റൊക്കെ തന്നെയാണ് കേട്ടോ. പക്ഷെ എന്നാലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വാഴക്കേൻ്റെ കൂടെ പയറോ ചെറുപയറോ എന്ത് വേണമെങ്കിലും ഇട്ടിട്ടൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കി വാഴക്ക കിട്ടുകയാണെങ്കിലൊക്കെ ഒന്ന് വെച്ച് നോക്കണം. അപ്പോൾ ഞാനത് വീട്ടിൽ പോയപ്പം കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ 2-3 കായ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനതിങ്ങനെ ഒരു വീഡിയോ ആക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയുള്ള വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ടൊന്ന് ചെയ്തേക്കണേ.